ഹല്ലേലൂയ. ദൈവം ഈ നല്ല സമയം തന്നതിനായിട്ട് ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. എന്റെ സാക്ഷ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഈ 2024, 2025 ദൈവം ഞങ്ങളെ സത്യം പറഞ്ഞ ഞാനും ഡാലൊക്കെ ഭയങ്കര യുനോ വി ലൈക്ക് എ ബേബി ബിലീവേഴ്സ്. പക്ഷെ ഈ 2024-25 എല്ലാം ഞങ്ങളെ ദൈവം ഇങ്ങനെ വരുമായിരുന്നു, ഞങ്ങളെ റേസ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ആ സ്പിരിച്വൽ മെച്ചോറിറ്റി, യുനോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ഫോൺ വിളിച്ച് ഞാൻ ഒജിമാരോട് ഫോൺ ചെയ്ത് എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവ സന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിച്ചു ജയം നേടാനായിട്ടെല്ലാം ആ ഒരു സ്പിരിച്വൽ മെച്ചോറിറ്റി ദൈവം എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തോട് ഒത്തിരി സ്തുതിക്കുന്നു. അതിനൊക്കെ ഞാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഉണ്ട്. അതിലെ ഒരാളാണ് സേറാൻഡി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഞങ്ങൾ എന്താ പറയുന്ന ഒരു യായിലാക്കി മാറ്റിയെന്ന് എനിക്ക് പറയാം. ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സോണി ചേച്ചി ആവട്ടെ, ബിജി ചേച്ചി ആവട്ടെ, അവരെ ഒക്കെ ഒത്തിരി ചേച്ചിമാർ ഉണ്ട്. എന്നാലും they played a very contributing role in my spiritual development. ഞാൻ അവരെയൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. ദൈവം ആണ് ആ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ടും കൊണ്ടുവന്നതും എന്നെ ഈ ഒരു കൃപയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. ഞാൻ ചുരുക്കി പറയാം, ആക്ച്വലി ആന്റി എന്നോട് അയർലൻഡ് മീറ്റിംഗ് വെക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ ഒത്തിരി ഹെസിറ്റന്റ് ആയിരുന്നു. ലൈക്ക് how we are going to do this, because first of all, like I'm the only believer, and secondly സോണിയ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, ഡാലിയെ ബുദ്ധിമുട്ടുകളുണ്ട്. ഹൗ വി ആർ ഗോയിങ് ടു ഡു, പിന്നെ ചർച്ചിൽ എങ്ങനെ അവതരിപ്പിക്കും, ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് നാട്ടിൽ പോലെയല്ല ഒരു കോൺഫറൻസ് അയർലൻഡിൽ നടക്കുമ്പം വി നീഡ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി. ഫുഡിനാവട്ടെ എല്ലാത്തിനും നമുക്ക് നല്ല പൈസ വേണം. അപ്പം ഞാൻ ആക്ച്വലി ആന്റി ഈ വർഷം ആയോ, നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് ഇവിടെ മീറ്റിംഗ് വെക്കാം, ഇങ്ങനെ ഞാൻ ഞാൻ ആക്ച്വലി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ വൺ ഫൈൻ ഡേ ഞാൻ ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുക, ഗോഡ് യൂസ് മീ ഫോർ യുവർ ഗ്ലോറി, യൂസ് മീ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം ദൈവം എന്നോട് സംസാരിച്ചു, യു ആർ ടെല്ലിങ് മീ ടു യൂസ് യു ഫോർ ദ ഗ്ലോറി, ബട്ട് വൈ യു ആർ സ്റ്റോപ്പിംഗ് ദ വർക്ക് ഓഫ് ദ സെർവന്റ്. ഞാൻ അപ്പം ആൻഡ് ഐ വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, യാ ഐ റിയലൈസ് വാട്ട് എക്സാക്ട്ലി യു ബീൻ. പിന്നെ ആന്റിയോട് സംസാരിക്കുവാനും ഈ ഈവന്റ് ഇവിടെ ഓർഗനൈസ് ചെയ്യുവാനായിട്ടും ഞങ്ങള് വിത്തിൻ 3 ദിവസം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയാം. ലൈക്ക് മൈ ഹസ്ബൻഡ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈവന്റ് ഓർഗനൈസ് ചെയ്യുവാണെങ്കിൽ അക്കോമഡേഷന്റെ എല്ലാം ഫൈനാൻസ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് എന്നിങ്ങനെ പറഞ്ഞപ്പം ഐ വാസ് ഗിവിംഗ് ലോർഡ്. ആൻഡ് അതുപോലെ സഹോദരിമാര് പല കാര്യങ്ങളും ഏറ്റെടുത്തു. ഞാൻ ഇത് പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ഒരു നമ്മൾ തന്നെ വിശ്വാസത്തിലാവുമ്പം മീൻസ് ഫിനാൻസിന്റെ കാര്യത്തിൽ നമുക്കൊക്കെ എങ്ങനെ ഇവരെ കൺവിൻസ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഞാനായിട്ടൊന്നും പറഞ്ഞല്ല, പുള്ളിക്കാരെ ഇങ്ങോട്ട് പറയിപ്പിച്ചത്. അപ്പൊ ഞാൻ ഹൗ ദ ഗോഡ് ഇസ് ആക്ച്വലി ഓപ്പണിംഗ് ദ വേസ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സോണിയ ചേച്ചി പറഞ്ഞത് 3 ആട് മതി തീ ായിട്ടെന്ന് പറഞ്ഞ് സംസാരിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഞാനും ഡാലിയും സോണി ചേച്ചിയും കൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അയർലൻഡിൽ നിന്ന് ഫയർ മിനിസ്ട്രിയിൽ ഒരു പാർട്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഞങ്ങളെ ദൈവം എക്യൂബ്ഡ് ആക്കി ഇന്ന്. പിന്നെ അതുപോലെ ചർച്ചിൽ അവതരിപ്പിക്കാനും ഇങ്ങനെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാനൊക്കെ ദൈവം ഫേവറബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടി, ഫുഡിന്റെ കാര്യം അറേഞ്ച് ആയി, ഹോളിന്റെ കാര്യം എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഓ ലോർഡ് ഗോഡ് ഇസ് ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൃപ തന്നതായിട്ട് നന്ദി പറയുന്നു. അതുപോലെ എല്ലാവരും ഈവന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം.
അപ്പം അത് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. സ്തോത്രം. കട്ടായി പോയോ നിബി?